ചങ്ങായിമാരെ, ഞാനൊരു മനോഹരമായ ഗാനം എഴുതിയിട്ടുണ്ട്. ഈ മനോഹരമായ ഗാനം എഴുതി എന്നെ നിങ്ങളുണ്ടല്ല അഭിനന്ദിച്ചേ പറ്റൂ, തീർച്ചയായും അഭിനന്ദിച്ചേ പറ്റൂ. എന്റെ ഈ ഗാനത്തിന്റെ വരികൾ നിങ്ങൾ കേട്ടാലുണ്ടല്ല, നിങ്ങൾ സത്യം പറഞ്ഞാൽ ആനന്ദ പുളകിതരാവും, ഒരൊന്നര ആനന്ദ പുളകിതരാവും. എന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എന്റെ ആ മനോഹരമായ ഗാനം ഉണ്ടല്ല, ആ ഗാനം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സമർപ്പയാമി. സ്വർണം കട്ടവനാരപ്പ, സംഘികളാണ് ശ്രീരാമ, അയോധ്യയിലുള്ളൊരു ശ്രീരാമന്റെ സ്വർണ്ണ സംഘികൾ മൊത്തം കട്ടപ്പ. ഇനി അടുത്ത വരി ഉണ്ടല്ലോ, അടുത്ത വരി നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അടുത്ത വരിയാണ് മനോഹരമായ വരി. അതിന്റെ കൂട്ടത്തില് ഭക്തജനങ്ങള് ശ്രീരാമന് ഇട്ടുകൊടുത്ത മാലയും വളയും കൂടി സംഘികൾ മുക്കിക്കൊണ്ടുപോയി. ഹായ്, വയലാർ എഴുതുമോ ഇത്രയും മനോഹരമായ വരികൾ? ബേഷ്, ഭലേ ബേഷ്, വരുൺ ഭലേ ബേഷ്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട്, അതായത് നമ്മൾ അയോധ്യയിലെ ശ്രീരാമന്റെ മാലയും വളയും എന്തിന് എല്ലാ സാധനങ്ങളും സംഘികളും മുക്കി കൊണ്ടുപോയി നക്കി മൂഞ്ചിട്ട് നമ്മളെ കേരളത്തിലെ സംഘികൾ ആരും അറിഞ്ഞില്ല. എന്തിന് കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ല, പല മാധ്യമങ്ങളും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയായാലും നമ്മളെ കേരളത്തിലെ ചാനലുകളുണ്ടല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ ഭയക്കുന്ന ആ വാർത്തയുടെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ 2 കോടി രൂപയും ആഡംബരക്കാരും 3 ഐഫോണുകളും പിടിച്ചെടുത്തു. 3-ലധികം ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് റിപ്പോർട്ട്. യുപിയിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിഷയം ബിജെപി സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭക്തർ സമർപ്പിച്ച 200 കോടിയോളം രൂപ നഷ്ടമായി എന്നാണ് വിലയിരുത്തൽ. ക്ഷേത്രത്തിൽ പണം എണ്ണി തിട്ടപ്പെടുന്ന വിഭാഗത്തിലെ 50ഓളം ജീവനക്കാർ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ജീവനക്കാരിൽ പലരുടെയും സ്വത്തിൽ അസ്വാഭാവിക വർധനയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. പലരും വലിയ തുകയ്ക്ക് ഭൂമിയും ആഡംബര വാഹനങ്ങളും വാങ്ങിക്കൂട്ടിയതായും വിവരമുണ്ട്. സംഭവം വൻ വിവാദമായതോടെ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് കോടികളുടെ തിരിമറി ആരോപണം ആദ്യം ഉന്നയിച്ചത്. അടുത്ത വർഷം ഉത്തർപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക തിരിമറി ബിജെപിക്കെതിരായുള്ള ഏറ്റവും മൂർച്ചയേറിയ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഭഗവാൻ ശ്രീരാമന് ഭക്തജനങ്ങൾ ഇട്ടുകൊടുത്ത മാലയും വളയൊക്കെ മുക്കി നക്കിയിട്ട് സംഖ്യയുണ്ടല്ല, ആഡംബര കാറും ആഡംബര വില്ലിയും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ലാസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ ആര് വേണ്ടി ഒന്നറിയാം? അഖിലേഷ് യാദവ്. ഈ അഖിലേഷ് യാദവ് എന്തൊക്കെ നല്ലത് ചെയ്താൽ നിങ്ങൾ നോക്കിക്കോ, അടുത്ത ഇലക്ഷൻ ഉണ്ടല്ല, ഈ അഖിലേഷ് യാദവിനാ അവിടുത്തെ സംഖ്യയുണ്ടല്ല പരാജയപ്പെടുത്തും. എന്നിട്ട് ആരെ വിജയിപ്പിക്കുന്നറിയാം? ഈ കക്കാനും മുക്കാനും നക്കാനൊക്കെ നിന്ന് സംഖ്യയുണ്ടല്ല, ആ സംഖ്യ നേതാക്കന്മാരെയാണ് അവിടുത്തെ വിവരവും ബോധമില്ലാത്ത സംഖ്യയുണ്ടല്ല അവര് വിജയിപ്പിക്കുക. അതായത് അവിടുത്തെ ഭക്തജനങ്ങളെ ഉണ്ടല്ല, യഥാർത്ഥ ഹിന്ദുക്കളെ പഠിക്കുന്ന ഈ സംഖ്യയുണ്ടല്ല, വഞ്ചിക്കുന്ന ഈ സംഖ്യയിലാണ് അവിടുത്തെ ബോധവും വിവരമില്ലാത്ത ആൾക്കാരല്ല വിജയിപ്പിക്കുക. അത്ര ബുദ്ധിയും ബോധവും വിവരവും ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് സത്യമായിട്ട്. എന്നിട്ട് ഇതിന്റെ ഏറ്റവും വലിയ രസം എന്നറിയാം, സംഖ്യകൾ കട്ടത് പിടിക്കാൻ വേണ്ടിട്ട് ആരെ ആക്കിയെന്നറിയാം? സംഖ്യകളെ കട്ടത് പിടിക്കാൻ വേണ്ടിട്ട് സംഖ്യകളെ തന്നെ ആക്കി. അടിപൊളി. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ പിടിച്ച് കൊണ്ടുവരും. നിങ്ങൾ നോക്കിയിരുന്നോ? നിങ്ങൾ നോക്കിക്കോ, ഈ കേസ് ഉണ്ടല്ലോ ലാസ്റ്റ് എവിടെ എത്തുന്നറിയാം? ഈ കളവ് കണ്ടുപിടിച്ച അഖിലേഷ് യാദവ് ഇല്ലേ, അഖിലേഷ് യാദവ് ആയിരിക്കും ഈ സംഭവത്തിൽ 1-ാം പ്രതി. സംഖ്യയിലുണ്ടല്ല, ആ ലെവലിലായിരിക്കും ഈ കേസ് കൊണ്ടുപോവുക. പിന്നെ വേറൊരു കേസ് നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിന, ഈ കക്കലും മുക്കലും നക്കലും നടക്കുന്നതിന് മുമ്പിലെ അയോധ്യ ക്ഷേത്രത്തിന്റെ മേൽക്കൂരി ഉണ്ടല്ല, മേൽക്കൂരിൽ വമ്പിച്ച ചോർച്ച, 1.5 ചോർച്ച ഉണ്ടായിരുന്നു. ആ ചോർച്ചന്റെ പേരിലുണ്ടല്ല ഒരുപാട് നക്കലും മുക്കലും കക്കലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതായത് അവിടെ സ്ഥിരം പരിപാടിയാണ് സംഖ്യകളെ, ഈ നക്കലും കക്കലും മുക്കലൊക്കെ. പക്ഷെ എന്താ ചെയ്യാ, അയോധ്യ ക്ഷേത്രത്തിലുണ്ടായ ആ ചോർച്ചയും എന്തിന് ഈ കളവുണ്ടല്ല, ഇപ്പൊ നടന്ന ഈ കളവ് അറിയാത്ത ഒരു കൂട്ടരുണ്ടല്ല ഇന്ത്യയിലുണ്ട്. ആ കൂട്ടർ എവിടെയുള്ളതെന്നറിയാം? കേരളത്തിലെ സംഖ്യയിലുണ്ടല്ല ഈ സംഭവം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതായത് നമ്മളെ വിശകലം അറിഞ്ഞിട്ടില്ല, പ്രതീക്ഷ വിശദം അറിഞ്ഞില്ല, എന്തിന് നമ്മളെ കേസില്ല വക്കീൽ കൃഷ്ണരാജില്ലേ മൂപ്പർ ഈ സംഭവം ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവരറിയാത്തതിന്റെ കാരണം എന്നറിയാം, കാരണം ഇവരെ കൂടപ്പുറപ്പായ സംഖ്യയിലാണല്ല അവിടുന്ന് കക്കും മുക്കും നക്കും ചെയ്തത്. അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ സംഖ്യയിലുള്ള ഈ സംഭവം ഒരിക്കലും അറിയില്ല, ചത്താലും അവരിതറിയില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അംബിക ചേച്ചി കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല. ആ വീഡിയോ കാണുമ്പോഴല്ല നിങ്ങൾക്ക് കക്കല് മുക്കല് നക്കല് എന്താണ് സംഭവിച്ചെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ബാബരി മസ്ജിദ് തകർത്ത് രാഷ്ട്രീയാധികാരം പിടിക്കുക മാത്രമല്ല, തീവെട്ടിക്കൊള്ള നടത്തി സമ്പത്ത് സ്വരൂപിക്കൽ കൂടിയാണ് ഹിന്ദുത്വരുടെ ലക്ഷ്യമെന്നതിന് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അഴിമതി ആരോപണം അന്വേഷിക്കാൻ യുപി സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉന്നയിച്ചവരിൽ പ്രതിപക്ഷം മാത്രമല്ല, ബിജെപി നേതാവായ ഡോക്ടർ രജനീഷ് സിംഗ് കൂടിയുണ്ട്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള ഭക്തർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സംഭാവനയാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രജനീഷ് പ്രധാനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. സംഭാവന ശേഖരിക്കൽ, എണ്ണൽ, ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കൽ എന്നിവയുൾപ്പെടെ അവിടെ നടക്കുന്ന മുഴുവൻ പ്രക്രിയകളുടെയും ഓഡിറ്റിംഗ് നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പ്രശ്നത്തിൽ ഇടപെടാൻ രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര അയോധ്യയിലെത്തിയിരിക്കുന്നു. ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയും ട്രസ്റ്റ് അംഗങ്ങളും നൃപേന്ദ്ര മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തി. ബിജെപി നേതാവ് ഡോക്ടർ രജനീഷ് സിംഗിന് പിന്നാലെ RSS നേതാവ് മുരളീധർ സിംഗും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മോഡിക്ക് കത്തയച്ചിട്ടുമുണ്ട്.
ഫണ്ട് തട്ടിപ്പിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ അയോധ്യയിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. അത് അയോധ്യ മുനിസിപ്പാലിറ്റി ജീവനക്കാർ നീക്കം ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ BJP ഭരണം അഴിമതി നിറഞ്ഞതാണെന്നത് ഖേദകരമാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ചു. അല്ലായിരുന്നുവെങ്കിൽ SITക്ക് പകരം IITകൾ സ്ഥാപിച്ചേനെയെന്ന് അദ്ദേഹം പരിഹസിച്ചു. രാമക്ഷേത്രത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തെന്ന ആരോപണങ്ങൾ ആദ്യമായി പുറത്തുകൊണ്ടുവന്നത് സമാജ്വാദി പാർട്ടിയാണെന്ന കാര്യം ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതി ആരോപണത്തിൽ നിന്ന് BJPക്ക് മാത്രമല്ല പ്രധാനമന്ത്രി മോദിക്കും അമിത്ഷായ്ക്കും ഒഴിഞ്ഞു നിൽക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ഒരു സ്വതന്ത്ര ട്രസ്റ്റ് രാമക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് BJP വർഷങ്ങളായി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ട്രസ്റ്റ് അംഗങ്ങളിൽ ഭൂരിഭാഗവും ഭരണപക്ഷവുമായി ബന്ധമുള്ളവരാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേ ട്രസ്റ്റാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ട്രസ്റ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അഴിമതി മൂടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിലും അതാരും വിശ്വസിക്കുന്നില്ല. അഴിമതിയിൽ പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസ് മാത്രമല്ല, മറ്റ് പാർട്ടികളുമുണ്ട്. ഏകദേശം 200 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് അഴിമതി പുറത്തുകൊണ്ടുവന്ന ദൈനിക് ഭാസ്കർ കണക്കുകൂട്ടുന്നത്. ട്രസ്റ്റിന് നേതൃത്വം നൽകുന്ന ചമ്പാത് റായിക്കും കൂട്ടാളികൾക്കുമെതിരെ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് AAP MP സഞ്ജയ് സിംഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ട്രസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ മുൻകൈയിൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന വസ്തുത അഴിമതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും ഒഴിഞ്ഞു മാറാനാവില്ലെന്നതിന്റെ സൂചനയാണ്. ട്രസ്റ്റ് സ്വതന്ത്രമായ സംവിധാനമാണെന്ന് BJP വാദിക്കുന്നുണ്ടെങ്കിലും ഈ സംവിധാനത്തിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച പത്രക്കുറിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വന്നതെന്ന് ഉത്തരവാദിത്തം ആർക്കാണെന്നതിനുള്ള സൂചനയാണ്. ട്രസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെയുള്ള വിവരങ്ങൾ പ്രകാരം മോദി പാർലമെന്റിൽ ട്രസ്റ്റിന്റെ രൂപീകരണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 15ൽ 12 പേരെ അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തത്. ട്രസ്റ്റ് മെമ്പർമാരുടെ എണ്ണവും ഘടനയും പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണം ഇതാദ്യമല്ല. ഇതിനു മുമ്പും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എല്ലാം വേണ്ട വിധം ഒതുക്കി തീർക്കുന്നതിൽ ഹിന്ദുത്വ സർക്കാർ വിജയിച്ചുവെന്ന് മാത്രം. സത്യം, ഈ കക്കലും മുക്കലും നക്കലൊക്കെ ഉള്ള നമ്മൾ യോഗിജി നൈസായിട്ട് വിളിപ്പിക്കും. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ കക്കലും മുക്കലും നക്കലും ഉണ്ടല്ല നമ്മൾ ഓർമ്മയിലേ ഉണ്ടാവില്ല. ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ യോഗിജിന്റെ കയ്യിലുണ്ടല്ല ഒരുപാട് ഐഡിയകൾ ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ, 1-2 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വേട്ടാവളി ഉണ്ടല്ല ഒരു പുതിയ പ്രസ്താവനയായിട്ട് വരും. UPയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയുടെ ഇടയിൽ ശിവലിംഗം ഞാൻ കണ്ടിരുന്നു പറ്റി ഒരു വേട്ടാവളിയും വരും. പിന്നെ അവിടെയുള്ള മാധ്യമങ്ങളായാലും ശരി, എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധ എങ്ങോട്ടാവുമെന്നറിയാം, ആ ലിംഗത്തിന്റെ അടുത്തേക്ക്, ആ ശിവലിംഗത്തിന്റെ അടുത്തേക്കായിരിക്കും പിന്നെ എല്ലാവരുടെ നോട്ടം. അപ്പൊ ഈ സംഭവം, ഈ മുക്കലും നക്കലും കക്കലും ഉണ്ടല്ല അതെല്ലാവരും മറക്കും. അതൊക്കെ നമ്മൾ യോജിക്കിട്ടില്ല, കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒരു ആരോപണം വന്നതോടുകൂടി ഉണ്ടല്ല നമ്മൾ യോഗിജി സേഫ്, ഈ കക്കലും മുക്കലും നക്കലും നടത്തിയ ടീമുണ്ടല്ല ആ സംഖ്യകൾ സേഫ്. പിന്നെ ഏതൊക്കെയോ BJPയുടെ നേതാക്കന്മാരുണ്ടല്ല ഇതിനെതിരെ പ്രതികരിച്ചതൊക്കെ കേൾക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ആ BJPയുടെ നേതാക്കന്മാരുണ്ടല്ല ഇനി എവിടെയും നിങ്ങൾ കാണൂല, BJPയിലും കാണൂല, പുറത്തും കാണൂല. അവരൊക്കെ ഉണ്ടല്ല അകാല വീരവൃത്തിയുണ്ടല്ല അത് പ്രാപിക്കും. ഇതിനു മുന്നേ ഉണ്ടല്ല ഒരുപാട് BJPക്കാർ ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടല്ല അകാല വീരവൃത്തി പ്രാപിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാണ്ടല്ല ഏറെക്കുറെ മനസ്സിലാകും. പിന്നെ വേറൊരു കോമഡി എന്നറിയാം, ഈ ട്രസ്റ്റ് ഉണ്ടല്ല, ഈ അയോധ്യയിലെ ട്രസ്റ്റ് ഉണ്ടല്ല അത് സ്വതന്ത്ര ട്രസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഏറ്റവും വലിയ കോമഡി. ഈ ട്രസ്റ്റ് ഉണ്ടല്ല നമ്മൾ 6-ാം തമ്പുരാനിലെ പതിയൊരു ഡയലോഗില്ലേ, ആ ഡയലോഗ് പോലെയാണ്. ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയാണ് ഈ ട്രസ്റ്റിലുള്ളത്. അതായത് UPയിലെ മുതിർന്ന നേതാക്കന്മാർ മൊത്തം അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും അവരുടെ അമ്മായിമാരും അവരൊക്കെയാണ് ഈ ട്രസ്റ്റിൽ മൊത്തമായിട്ടുള്ളത്. എന്തൊക്കെയായാലും ബാബരി മസ്ജിദ് പൊളിച്ചത് എന്തിനാണെന്ന് ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നുമല്ല, ഇങ്ങനെ കക്കാനും മുക്കാനും നക്കാനും വേണ്ടി മാത്രമാണ്. സംഖ്യക്ക് കക്കാനും മുക്കാനും നക്കാനും വേണ്ടിയിട്ടാണ് അതൊക്കെ പൊളിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടി, അയോധ്യ ക്ഷേത്രത്തിലുണ്ടല്ല വമ്പിച്ച രീതിയിലുള്ള കക്കലും മുക്കലും നക്കലും നടന്നിട്ടുണ്ടെന്ന് കേരളത്തിലെ സംഖ്യയിലുണ്ടല്ല ആ സംഖ്യയിലൂടെ ആരെങ്കിലും പോയിട്ട് അന്ന് അറിയിക്കണം കേട്ടാ. അത് അറിഞ്ഞ പാട് കേരളത്തിലെ സംഖ്യയിലുണ്ടല്ല ചത്ത പോലെ കിടക്കും, ഒരുത്തനും എണീക്കില്ല. നിങ്ങൾ പോയിക്കോ, അവന്മാർ ഇപ്പൊ എവിടെ ഉണ്ടാവും അറിയാം, വിസർജന TV ഇങ്ങനെ കാണുന്നുണ്ടാവും. ആ TVയിലുണ്ടല്ല ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പറ്റി എന്തെങ്കിലും ആരോപണം വന്നിട്ടുണ്ടാവും, അതിന്റെ പിന്നാലെ നമ്മളെ കേരളത്തിലെ സംഖ്യയിലുണ്ടല്ല അതിന്റെ പിന്നാലെ ഇങ്ങനെ പോകും. അവന്മാരുടെ സ്ഥിരം പരിപാടി ഈ അടുത്ത കാലമായിട്ട് അവന്മാരുടെ സ്ഥിരം പരിപാടി ഇതാണ്. വിസർജന TVയിലൊന്നും ഉണ്ടല്ല ഈ വാർത്ത ഇതുവരെ വരില്ല, ഇതുവരെ എന്നല്ല ഒരിക്കലും വരില്ല. അവർ വരുന്ന വാർത്തയുണ്ടല്ല മുസ്ലിം ഈ വാർത്തയല്ലാണ്ട് വിസർജന TVയിൽ വേറൊരു വാർത്തയ്ക്ക് കാണാൻ കഴിയില്ല. അപ്പോഴെന്തായാലും അയോധ്യ ക്ഷേത്രത്തിൽ കക്കലും മുക്കലും നക്കലും നടത്തിയ എല്ലാ ചാണക സംഖ്യക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.